ഇവിടെ പരിചയമുള്ള ഒരാള്. നിങ്ങളിവിടെ എങ്ങനെ വന്നു വിട്ട് അടിച്ചു പൊളിക്കുവാന്ന് പറഞ്ഞു. രവീന്ദ്രൻ കണ്ണാടി വീടിയാലേ മനസ്സിലാവും. ഓക്കെ അല്ലെ, ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇപ്പൊ പ്രകൃതിക്ക് അത്യാവശ്യം ഡാൻസിന്റെ അസുഖമുണ്ട്. അപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു കാണുകയും ചെയ്തു. കാര്യം നിങ്ങള് ഒരു കോഴയില്ലാതെ ഡാൻസ് ചെയ്യുന്നതാണ്. അത് ശരി. അതുകൊണ്ട് അല്ല, നിങ്ങൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യും കേട്ടോ. എനിക്ക് യാതൊരു പണിയില്ല. ഏതായാലും വളരെ സന്തോഷം. കാരണം എന്താ പറഞ്ഞാൽ എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്തായിരുന്നു, ഫാമിലി സ്റ്റോറീസ്. അത് ആക്ച്വലി വന്നിട്ട് ഈ ഡ്രഗിന്റെ സമയത്ത് ഫാമിലി ബന്ധങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സിനിമയുടെ എല്ലാ അസോസിയേഷനും ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു സിനിമയാണ് മോഹൻലാലിന്റെ കീഴിൽ. അപ്പൊ അത് നിങ്ങളുടെ ആൾക്കാർ അഭിനന്ദൻ വന്ന് അന്ന് ഭയങ്കര ഒരു സ്റ്റോറി ചെയ്തിരുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ വളരെ സന്തോഷമുണ്ട്. യെസ്, സിനിമ രംഗത്ത് ഡ്രഗ് വ്യാപിക്കുന്നു. അതെ, ഞാൻ അത് പറയില്ല. സിനിമാ രംഗത്തല്ല, അല്ല, അതുകൊണ്ടല്ല ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് സിനിമാ രംഗത്തല്ല, കുട്ടികളുടെ ഇടയിലേക്ക് ഈ സിന്തറ്റിക് ഡ്രഗ് വളരെയധികം വ്യാപിപ്പിക്കുന്നുണ്ട്. സിന്തറ്റിക് വലിയ ത്രെട്ടാണ്. അല്ല, അതിന് അൾട്ടിമേറ്റ് വാറാ. ഞാൻ 2015 ഓർമ്മയില്ല, നിങ്ങളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, 2015 നിങ്ങളെല്ലാവരും നമ്മളെ സഹായിച്ചാണ്. ഞങ്ങളൊരു 10,900 ബൈക്കിന് ഇവിടെ കൊണ്ടുവന്നിട്ട് സിന്തറ്റിക് ഡ്രഗിനെതിരെ നമ്മളൊരു റാലി ഇവിടെ നടത്തിയതാ. അന്ന് നമ്മൾ പറഞ്ഞാൽ ഇത് വന്നിട്ട് ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇത് ഭയങ്കര അപകടമാണ്. കാരണം നമ്മൾ ഫോറിൻ കൺട്രീസിൽ കണ്ടിട്ടുണ്ട്. കാരണം പല്ല് കൊഴിഞ്ഞ് എല്ലാം വിദേശത്താണ്. അല്ല, ഞാനിപ്പോ ബഹറിൻ ബേസ് ചെയ്തതാ, ഇവിടെ ഇല്ല. അതെ, പരിചിതമായ മറ്റൊരു മുഖം കൂടി. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇതിന് അല്ല, അവിടെ ഇപ്പൊ കഴിഞ്ഞ 2016 തൊട്ടിട്ട് മോഹൻലാൽ ചെയ്യുന്ന ഞങ്ങളുടെ പ്രോഗ്രാം മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ബഹറിനിലാണ് മെയിൻ ഓഫീസ്. അതിനു മുമ്പ് ദുബായിലായിരുന്നു. അവിടെ ജീവിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, ഞാൻ ക്യാമ്പസുകളിലെല്ലാം യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് എടുക്കുന്നുണ്ട് സിനിമയെ കുറിച്ച്. ആൾക്കാരെ നേരെയാക്കി ഇങ്ങോട്ട് വരും. നമ്മള് അല്ല, അവിടെ എന്റെ ഇപ്പൊ ഒരു പുസ്തകം ഇറങ്ങിയായിരുന്നു. പുസ്തകം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ. ആരാ റിലീസ് ചെയ്ത്? അത് ഇവര് തന്നെ, ഷാർജ ഇന്റർനാഷണൽ ബുക്കിന്റെ ഭാഗമായിട്ടാണ്. എന്താ ആ പുസ്തകത്തിന്റെ കാര്യം? എഴുത്തിലേക്ക് മടക്കാൻ കാര്യം? അല്ലല്ല, ഇത് എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ ഞാൻ എടുക്കുന്ന ക്ലാസ്സിലാണ്. രവിചേട്ടന്റെ പ്രത്യേകത വിഷ്വൽ ലിറ്ററസി ആ പ്രോജക്ടിന്റെ പ്രചരണാർത്ഥം ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. വിഷ്വൽ ലിറ്ററസിയാണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ സിനിമ വരും, അത് 2023 എഴുതിയാണ്. കഴിഞ്ഞ വർഷമാണ് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അങ്ങേ പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരാണ്. നിങ്ങളല്ല, മറ്റൊരു ജനങ്ങൾ കാണുന്നു. അപ്പൊ നിങ്ങളൊക്കെ മോഡൽസ് ആണ് അവർക്ക്. അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന്, ഇപ്പൊ സിനിമയെ പറഞ്ഞാലും യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങേക്ക് ഈ രാസലഹരി, അങ്ങ് സിന്തറ്റിക് ലഹരിക്കെതിരായിട്ട് പ്രോഗ്രാം ചെയ്ത ആളല്ലേ? അപ്പൊ നമ്മുടെ ക്യാമറ നോക്കി സ്ട്രെയിറ്റ് ഡെഫിനറ്റ് ആയിട്ട്. കാരണം സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഇന്നും മനസ്സിലാക്കാതെയാണ്. ഒരു ചെറിയ പ്ലഷറിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇതിനകത്ത് വന്ന് വീഴുന്നത്. ഏറ്റവും കൂടുതൽ ഇവർ അട്രാക്ട് ചെയ്യുന്നത് കുട്ടികളെയാണ്. പെട്ടെന്ന് ഈ പ്ലഷർ ഉണ്ടാകുന്നത്. കാരണം ഈ അഡോളസൻ്റ് ഏജിലേക്ക് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലഹരി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബൂസ്റ്റ് ചെയ്യും. സോ ദേ ഗെറ്റ് അഡിക്റ്റഡ്. ഇത് ആദ്യമേ കുറച്ച് ഫ്രീ ആയിട്ട് തരും. ഇത് അങ്ങനെ തന്നെയാണ് ഈ ബിസിനസ് ഇവർ ഇവിടെ പിടിച്ചത്. രവീന്ദ്രൻ, ഒരു ഇൻഫർമേഷൻ കൂടെ നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ അല്പം മുമ്പ് നമ്മുടെ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് ജോസഫ് നമ്മോട് സംസാരിക്കായിരുന്നു. അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ആണ്, വളരെ അറിയപ്പെടുന്ന വിഖ്യാതനാണ് അദ്ദേഹം കാർഡിയോളജിയിൽ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഇത്തരം രാസലഹരി കഴിക്കുന്ന ആളുകൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇതിന് രോഗമായി ട്രീറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, ഇത് രോഗം തന്നെയാണ്. ഞാൻ ഇതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് പേര് തളർന്നു പോയത്. ഇപ്പൊ ഞാൻ ഇതിനകത്തൊരു സംഭവം, ഇത് അന്ന് തൊട്ടേ പല ടൈപ്പ് വന്നിട്ടുള്ള ലഹരി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാരണം പറഞ്ഞുതരാം. മദ്രാസിലെ മോൻ അന്ന് ഈ പറയുന്ന സിന്തറ്റിക് ലഹരിയുടെ അടിമയായിരുന്നു. എന്റെ കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവര് ഇത് അല്ല, ഞാൻ അങ്ങനെ അല്ല, പക്ഷെ ഞാൻ അവിടുന്ന് അവനോട് പറയാണ്, ഇത് കൂടിയപ്പോ നമ്മൾ ആ പറയുന്നവരെ നമ്മുടെ സ്ഥലത്തുനിന്ന് പറഞ്ഞു വിടുവാണ്. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോൾ അവർ കൊലയാളികളായി. കാരണം ഇത് നമ്മുടെ സമൂഹത്തോളം ഉണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് അത് നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ആരോഗ്യം വീണ്ടെടുത്തത്. ഇതിൽ പെട്ടാല് ഭയങ്കര പാടാ തിരിച്ചു പോകാൻ.
ചിലപ്പോ ഇപ്പോൾ ഉള്ള ജനറേഷൻ മനസ്സിലാക്കുന്നില്ല അവർ എത്രത്തോളം ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ താങ്കളും അപ്പൊ ഈ പ്രചാരണത്തിൽ ഈ അൾട്ടിമേറ്റ് വാറിൽ ചേർന്നു. ഡെഫിനറ്റ്ലി ആയിട്ട് ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അത് ചോദിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ വഴക്കും. ഓക്കെ. ഇടുക്കി ഗോൾഡ് പോലുള്ള സിനിമകളിൽ ഇനി അഭിനയിക്കുമോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇടുക്കി ഗോൾഡ് എന്താണ് ആ സിനിമ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് സൗഹൃദത്തിനെ പറ്റി പറയുന്ന ഒരു സിനിമയാണ്. എന്റെ കഥാപാത്രം എന്തായിരുന്നു? ഇതിനെ ഈ ഇടുക്കി ഗോൾഡ് അന്വേഷിച്ചുകൊണ്ടാണ് ഇവൻ മുഴുവൻ ജീവിതം മുഴുവനും തേടിക്കൊണ്ടിരുന്നത്. അവസാനത്തെ ഡയലോഗ് എന്താണെന്നറിയാം? ഇവനിത് തിരിച്ചു കൊടുത്തിട്ട് അവൻ പറയുന്നത് എന്നറിയാം. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, സൗഹൃദമാണ് ഇതിനേക്കാളും വലിയ ലഹരി, ഇതെനിക്ക് വേണ്ടടാ എന്ന് പറഞ്ഞ് ലാലെന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കൊടുത്തിട്ട് ഞാൻ പോകുന്ന അതെല്ലാരും പറഞ്ഞു. ബാക്കി നിങ്ങൾ ഭയങ്കര അല്ലേ അത് പറഞ്ഞിട്ട് നമ്മുടെ ഈ കാര്യം മാത്രം നിങ്ങൾ അതെ അതെ ഞാൻ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞ അഭിനേതാവാണ്. അതല്ല ഞാൻ അഭിനയിക്കുന്നത് എന്താ പറയാ നമ്മള് ഇല്ലല്ല ഞാൻ അഭിനയിക്കും. എന്തിനെ കുറിച്ച് അഭിനയിച്ച എന്താണ് അത് എന്തിനാ പറ്റിയെന്ന് സംവിധാനമല്ല തീരുമാനിക്കണേ. രവീന്ദ്രൻജി സന്തോഷം, താങ്ക് യു, കണ്ടതിൽ സന്തോഷം. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. അതാണ് അഭിനയിക്കുന്നവൻ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു രവീന്ദ്രന്റെ കിളി പോയി. എന്റെ കിളിയൊന്നും പോകില്ല. ഭയങ്കര സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തും. ടോപ്പ് സിംഗർ ഇപ്പൊ എത്ര കാലത്തിന് ടോപ്പ് സിംഗർ വന്നു? ഈ കഴിഞ്ഞ വർഷമാണ് സാറേ, സീസൺ 4. അപ്പൊ അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു, ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല സാറേ, കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ ഒന്ന് അതെ നമ്മുടെ അന്തിമ യുദ്ധത്തിലാണ്. ഉറപ്പായിട്ടും. കാര്യം ഈ രാസലഹരിക്കെതിരെ ഒരു അൾട്ടിമേറ്റ് വാർ, ഡു ഓർ ഡൈ കൂടെ ചേരുന്നുണ്ടോ ചാകാനായിട്ട്? ഉറപ്പായിട്ടും. കാരണം ഇന്നത്തെ വളർന്ന തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അറിവുകൾ കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ ഐറ്റങ്ങൾ കണ്ടുപിടിപ്പിക്കാനും അവരെ കൂട്ടുകെട്ടിൽ മാറ്റി അവരെ സ്വന്തമായി ചിന്തിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താ പരിപാടി? ഇപ്പൊ ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അപ്പൊ സന്തോഷം കാണാൻ പറ്റിയത്. രവീന്ദ്രൻജി താങ്ക് യു.